എത്തും എന്ന കാര്യത്തിൽ അതുകൊണ്ട് എങ്ങും ഒളിച്ചോടിപ്പോയില്ല. അടൂർ പ്രകാശ് ഇവിടെ തന്നെ കാണും. ഇവിടെയല്ല ഞാൻ പറഞ്ഞത്, എൻ്റെ നിയോജകമണ്ഡലത്തിലുണ്ടാകും. നിങ്ങൾക്കും അതിന് വാർത്തകൾ കൃത്യമായി തന്നിരിക്കും. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളെ കൂടി അറിയിക്കും. ഈ സോണിയാഗാന്ധിനെ കാണാനായിട്ട് അപ്പോയിൻമെൻറ്റ് കൊടുത്ത് അടൂർ പ്രകാശാണ്. അടൂർ പ്രകാശ് അങ്ങനെ ഒരു അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടില്ല. നിങ്ങൾക്ക് പരിശോധിക്കാമല്ലോ, നിങ്ങൾക്ക് എല്ലാ സൗകര്യമുള്ളവരല്ലേ, നിങ്ങളൊന്ന് പരിശോധിക്ക്. അടൂർ പ്രകാശ് അവിടെ ചെന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതൊന്നും മറച്ചു വെക്കുന്നില്ല. അത് മറച്ചു വെക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എൻ്റെ പാർലമെൻറ്റ് നിയോജകമണ്ഡലത്തിൽ പെട്ട ആളാണ്. അപ്പോൾ പാർലമെൻറ്റ് നിയോജകമണ്ഡലത്തിൽപ്പെട്ട ഒരാൾ എന്നുള്ള നിലയിൽ അദ്ദേഹം ഈ കള്ളനാണെന്ന് അറിഞ്ഞുകൊണ്ടല്ല, കള്ളത്തരമുണ്ട് എന്നറിഞ്ഞുകൊണ്ടല്ല, കൊള്ളക്കാരനാണെന്ന് അറിഞ്ഞുകൊണ്ടല്ല എങ്കിലും എന്നെ വന്ന ഒരു കാര്യം പറയുമ്പോൾ അത് കേൾക്കുവാൻ ഞാൻ തയ്യാറായിട്ടുണ്ട്. മാത്രമല്ല, ശബരിമലയിൽ നടന്ന അന്നദാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്നെ ക്ഷണിച്ചിരുന്നു. ഞാനവിടെ പോയിരുന്നു. അതിൻ്റെ ഉദ്ഘാടനം ഞാൻ നിറവേറ്റിയിരുന്നു എന്ന കാര്യങ്ങളൊക്കെ യാഥാർത്ഥ്യമാണ്. ഇനി പറയാനുള്ളത്, നമുക്ക് അന്ന് SIT വിളിക്കുന്ന സമയത്ത് നിങ്ങളെയും കൂടെ വിളിക്കും, നിങ്ങൾ വരണം എന്നുകൂടി. നിങ്ങളുടെ പിന്നെ എല്ലായിടത്തും തിരുവനന്തപുരത്തായിരിക്കുമല്ലോ വിളിക്കുന്നത്, എവിടെയാണെന്ന് അറിയില്ല, നിങ്ങൾക്കെല്ലാം അറിയത്തുള്ളൂ. വിളിക്കുന്നത് എവിടെയാണെന്ന് വല്ലതും അറിയാവോ? അത് വല്ലതും അറിയുന്നുണ്ടെങ്കിൽ എന്നെ കൂടി അറിയിക്കണം. എന്ന് വെച്ചാൽ എവിടെയാണ് ഞാൻ കാണേണ്ടതെന്നതിനെക്കുറിച്ച് ഇപ്പോൾ ഞങ്ങളുടെ പാർട്ടിയുടെ ക്യാമ്പ് 3, 4, 5 വെച്ചിരിക്കുകയാണ്. ആ ദിവസങ്ങളിലാണോ വെക്കുന്നതെന്ന് അറിയില്ല. എന്തായാലും ഒരു സൗകര്യപ്രദമായ ഒരു ദിവസം വെക്കുകയാണെങ്കിൽ ഞാൻ അവിടെ എത്തും എന്ന കാര്യത്തിൽ അതുകൊണ്ട് എങ്ങും ഒളിച്ചോടിപ്പോയില്ല. അടൂർ പ്രകാശ് ഇവിടെ തന്നെ കാണും. ഇവിടെയല്ല ഞാൻ പറഞ്ഞത്, എൻ്റെ നിയോജകമണ്ഡലത്തിലുണ്ടാകും. നിങ്ങൾക്കും അതിന് വാർത്തകൾ കൃത്യമായി തന്നിരിക്കും.